PSCയിലെയും ശ്രീചിത്രയിലെയും ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറഞ്ഞാണ് തട്ടിപ്പിലെ മുഖ്യകണ്ണി രാജേഷ് ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ വലയിലാക്കുന്നത്. PSC ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ അഗസ്റ്റിൻ എന്നയാളും ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നു. വിശ്വാസ്യത വരുത്താനായി ശ്രീചിത്രയുടെയും PSCയുടെയും ഒക്കെ ഔദ്യോഗിക എംബ്ലമുള്ള അഡ്മിറ്റ് കാർഡുകളും അപ്പോയിന്റ്മെന്റ് ലെറ്ററുകളും വരെ ഈ റാക്കറ്റ് പണം നൽകിയ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു കൊടുത്തു. PSCയിലെയും ശ്രീചിത്രയിലെയും ഉന്നതരുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഈ തട്ടിപ്പിലെ മുഖ്യകണ്ണി രാജേഷ് ഉദ്യോഗാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും വിശ്വസിപ്പിച്ചിരുന്നത്. 8 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞ ഇത്ര ഷാർപ്പ് 8 മണിയാകുമ്പോ വിളിച്ച് ഞാനവിടെ ഞാൻ ഈ ഫോണിൽ 2 ഫോണിലും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങള് ഇത് ഈ 9-ാം തീയതി തന്നെ ഈ കാര്യങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് നടക്കത്തുള്ളൂ. ആ 9-ാം തീയതി കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പേയ്മെന്റ് നമ്മൾ തിരിച്ചു മേടിച്ച് ഉടനെ തന്നെ ആ പേയ്മെന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കും. സാറ് ഇന്നാള് ഇതുപോലെ പറഞ്ഞു. ഇതുപോലെ അത് കഴിഞ്ഞ് ചേട്ടാ ഞാനിത് നടത്തുന്ന ഒരു ഓഫീസല്ല ചേട്ടാ, ഇത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാര് തന്നെ 3 എണ്ണം ഉണ്ട്. അവിടെ ഉള്ള ഈ 5 ബോർഡ് മെമ്പേഴ്സിൽ 3 ബോർഡ് മെമ്പേഴ്സ് നമ്മുടെ ആളുകളാണ്. നമ്മളായിട്ട് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ഉണ്ട്, റിട്ടയർഡ് DGP ഉണ്ട്, പിന്നെ ഇവിടെ രാജകുടുംബാംഗത്തിലെ ആളുണ്ട്. ഇതൊക്കെ നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അവരൊന്നും ഈ പറഞ്ഞ കണക്കല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. MP-മാരുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ റെക്കമെൻഡേഷനിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഒരാള് പോലും ജോലിക്ക് കയറിയിട്ടില്ല ചേട്ടാ. അത് ആ ഡോക്ടേഴ്സിന്റെ മാത്രമേ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ ലാസ്റ്റ് ആണ് ചേട്ടാ ഈ 9-ാം തീയതി പറഞ്ഞേക്കുന്നത്. PSC ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടിരുന്ന അഗസ്റ്റിൻ എന്നയാളും ഉദ്യോഗാർത്ഥികളിൽ വിശ്വാസം ജനിപ്പിച്ചു. ഞാൻ അഗസ്റ്റിനാ. മനസ്സിലായി സാറേ. PSCന്ന് ഇപ്പൊ എന്നാ അഖിൽ വിളിച്ചിരുന്നേ, എന്തോ ഡേറ്റ് മാറ്റി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അഖിലിനോട് പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. മാറ്റാൻ യാതൊരു നിർവാഹമില്ല എന്നൊക്കെ ഫിനാൻസ് കമ്മിറ്റി അപ്രൂവൽ കിട്ടിയ സാധനമാണേ. ഹലോ സാർ, ഇത് വെന്നീട് അഖിലിന്റെ അമ്മ തന്നെയാണേ. ഉണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം പണയം വെച്ച് കടം വെച്ച് ഞങ്ങൾ ഈ പൈസ തന്നേക്കുന്നത്. ഞങ്ങൾക്ക് ഇനി ഇത് വേണ്ടേന്ന് ഞാൻ അന്നേരം അടിച്ചു പറഞ്ഞു വേണ്ട. PSCയുടെയും ശ്രീചിത്രയുടെയും ഒറിജിനലെ വെല്ലുന്ന തരത്തിലുള്ള അഡ്മിഷൻ കാർഡ് മുതൽ ഹോൾ ടിക്കറ്റ് വരെയാണ് ഈ റാക്കറ്റ് പണം മുടക്കിയവർക്ക് അയച്ചു നൽകിയത്. വളഞ്ഞ വഴിക്ക് ജോലി തേടാൻ ശ്രമിക്കുന്നവർക്കും പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കും ഒരുപോലെ ആവശ്യമാണ് ഈ റാക്കറ്റ് ആരാണെന്നറിയാൻ. സമഗ്രമായ അന്വേഷണം ഈ ഇടപാടിൽ ആവശ്യമാണ്. ക്യാമറാമാൻ നിഖിൽ ജോസഫിനും ഉനൈസിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.